ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഇതിപ്പോൾ എപ്പിസോഡ് എത്രയാണെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ദെൻ ഇനി ഞാനൊരു ബ്രീഡ് ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അയൺ ഫാമിൻ്റെ പായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് ബ്രീഡർ വേണം. അപ്പോൾ ഇനി ആ ബ്രീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വില്ലേജ് കേൾക്കുമ്പോഴാണ് പരിപാടി. പിന്നെ ബ്രീഡർ പറ്റുമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടി വന്നു. ബട്ട് അത് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇത്രയും സ്ഥലം അങ്ങനെയൊക്കെയാണ് ഇത്രയും കിട്ടിയ നമ്മള് ബീച്ചുണ്ട്. ആടെ ബീച്ചുണ്ട്. ഇവിടെ ഒരു ഫോട്ടോഗ്രാഫി ഇവിടെ വെച്ച് ഒരു ബോട്ട് ഇത്ര മതി. ഇനി ഇവിടെ നിന്ന് രണ്ട് വിദ്യാഭ്യാസം എടുത്തിട്ട് ഈ ബോട്ട് കയറി കൊണ്ടുപോകണം. അതിന് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. വീട്ടില് ഒരു കാര്യമായിട്ട് എന്തെങ്കിലും നിൽക്കണ്ട. ബെഡ് നമുക്ക് എടുക്കാൻ ബെഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഈ പാവപ്പെട്ട മാത്രം ഇതൊക്കെ എടുക്കാം. ഇവിടെയുള്ള രണ്ടാം ഇവിടെയുള്ള സകല ബെഡ് നമുക്ക് എടുക്കണം. മൂന്ന് ആവശ്യമില്ലാതാണ് ഇവിടെ തമ്മിൽ എനിക്ക് ആവശ്യമില്ല. ഉണ്ടാ ഇപ്പൊ നമുക്ക് 3 ബെഡ് നമുക്ക് കിട്ടി. ഇതൊക്കെ ഫാർമറിന് നമുക്ക് വേണ്ടത്. പിന്നെ പറയാം ആഴ്ചയാക്കുന്നുണ്ട്. നമുക്ക് ഫുഡിനുള്ള സാധനങ്ങൾ സെറ്റായി. ഇതായി നമ്മള് ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. മറ്റുള്ളവർ പൊളിച്ചും മറിച്ചൊക്കെ ജീവിക്കുകയാണ് വകെ. കൊണ്ട് നമ്മക്കത് ചെയ്യാൻ പറ്റും. ഒരു ഹൈ എനർജി എനർജി ഈസ് വർക്ക്. അപ്പം എന്തായാലും വാങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് 2-3 പേര് കൊണ്ടുപോകും. സാറ്റർഡേ എന്തായാലും നല്ലൊരു കാര്യമാണ്. ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളല്ല ഇതിനകത്തോട്ട് പഠിപ്പിക്കാം. സ്പേസ് അത്ര ക്ലിയർ ആവില്ല. നമുക്കായി മതി. സന്തോഷം. എന്നാലും അവിടത്തെ റീസ്പോൺ പോയിട്ടുണ്ട്. പിന്നെ ആ സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മള് വരുന്നതാണ്. ഓക്കെ, ഇവിടെ റീസ്പോൺ കിട്ടാൻ ഞങ്ങൾക്ക് ഇവിടത്തെ സാധനങ്ങൾക്ക് വേണോ അതോ വേണ്ടോന്ന് അറിയത്തില്ല. ഇല്ല, എത്ര ബെഡായി? 1 2 3 4 ബെഡ് പോരല്ലോ. പച്ച പോടാ എന്നെ കിട്ടി അടിച്ച് കയറി മാറാണ്. നീ വെക്കും ഞാൻ അടുത്ത പച്ച 6 ബെഡായി.
ഓയ് ഭയങ്കരണ്ണ ചാവടാ നീ. ആറ് ഉണ്ടായി. ഇപ്പൊ അവിടെ ബ്ലോക്ക് ബ്ലോക്ക് ഇല്ലാത്തത് ഇറങ്ങി വരും. അപ്പൊ പിന്നെയാണ് മേമേ വെള്ളത്തിൽ ഞങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ അടിക്കാടിച്ചു. ഓക്കെ 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 ചട്ടി ചട്ടി ഒരടി എടുത്താൽ ഞാൻ ഒരടി ഒരടി ഒറ്റടി ഒറ്റടി ചട്ടി ഇവിടെ ഞങ്ങൾ പോകുന്നുണ്ടല്ലേ. വേണ്ട ഞാനെടുത്ത് കുടിക്കുന്നതാണ്. നീ എന്നാ പണ്ടൂടെ അപ്പ ഓക്കെ. ഇനി നമുക്ക് നമ്മളൊന്ന് 2 വില്ലേജേഴ്സിനെ എടുക്കാം. എഞ്ചിനീയറിന്റെ ബേസ് വരെ ഞാൻ ഓടിക്കാം. 2 ഫാർമേഴ്സിനെ തന്നെ കച്ചവടത്തിന് പറ്റില്ല. അങ്ങ് അവനെ എടുക്കാം, അവന്റെ ജോബിനെ എടുക്കാം. നോക്കണം പോരാ, ഇന്ന് എടുക്കുന്നത് വേണം. ഇവിടെ പോക്ക് ഇവിടെ ഓക്കെ ഒരുത്തിനെ കയറ്റി. ഇനി അവന്റെ ജോബ് ഇവിടെ നിന്ന് എടുക്കാം. അവന്റെ ജോബ് ഓക്കെ, അവന്റെ ജോബ് പോട്ടെങ്കിലും ജോബ് കളയാണോ നിന്റെ ജോലി കളയാണോ കേട്ടോ. ഞാൻ കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്ക് അവന്റെ ജോബ് കളഞ്ഞു. അങ്ങനെ ബോട്ടിനെ കൊണ്ട് നമുക്കിനി നമ്മളെ വിഷയം ശരി ബുദ്ധിമുട്ടാണിത്. അതൊരു പ്രശ്നമാണ്. ഇതാണ് അവന്റെ ജോബ്. എടാ നീ എവിടത്തെ ഫാർമറാ? ആണെങ്കിൽ അവിടെ നമുക്കിനി ഒഴുക്കുന്നത് കിട്ടിയ നമുക്ക് ചോദിക്കുന്നത് അവൻ ഇനി നമുക്ക് കൊല്ലാക്കാം. കൂടി അപ്പോഴ് ഈ മഞ്ഞക്കുളം ഡേറ്റിൽ കണക്കില്ല. എടാ അവിടെ നോക്കാടാ എന്തൊരു കാണിക്കുന്ന ഇതാണ്. നിങ്ങൾക്ക് ഇത് തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന ബോറായിപ്പോ. അപ്പൊ പിന്നെ ഞാൻ 2 വില്ലേജേഴ്സിനെ ഒന്നിപ്പിച്ചിട്ട് എന്റെ ബേസിലോട്ട് ആക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ദാ വരുന്നു. ഒരുവിധം നമ്മൾ ഇതുവരെ എത്തി. ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇത്. ഓക്കെ, ഇനി ഒന്നാൾക്ക് വേണ്ടി നമുക്കൊരു ബേസ്മെന്റ് ആ സെറ്റപ്പ് ഉണ്ടല്ലോ അത് പണിയണം. ഞാൻ ഒന്ന് പണിയട്ടെ. നമ്മുടെ വീടിന്റെ പാതി പണി കഴിഞ്ഞ് ഇവിടെ ഈ ബ്ലോക്കും കൂടി നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം. അങ്ങനെ ഒരു നമ്മൾ ആ വില്ലേജിനെ ഇറക്കുന്ന സെറ്റിങ്സ് വരെ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് വില്ലേജസിനെ കൊണ്ട് കയറ്റിയ നമ്മുടെ ഈ ഒരു വർക്കിംഗ് പിന്നെ അവരെ കൂടി കയറ്റിട്ട് ഫൈനലി നമ്മൾ നമ്മളെ ബ്രീഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് ചെറിയ സമയമായിരിക്കും, പക്ഷെ അറിയാട്ടെ ചുമ്മാ ഞാൻ കയറ്റിയിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പണിയാണ് കൊച്ചു വന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ. അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോ കാണാം. ബൈ ബൈ.